റെക്കോർഡ് ചെയ്തോ എനിക്ക് വീടാ കിട്ടി ഗൈസ്. നമ്മള് മീൻ പിടിച്ച് സീനായി ഗൈസ്. ഇതുണ്ടോ വെടിയും പോയ മഴ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് ആറന്മുള. മുക്കുഞ്ചിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്തിന് പോവാണ് കേട്ടോ. രാവിലെ നമ്മൾ കൊല്ലത്തിന് പോവാണ്. കൊല്ലത്തിന് പോയിട്ടൊരു സീ ഫിഷിങ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ പോയിട്ട് മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കണം. അതേപോലെ നമുക്ക് സീ ഫിഷിങ് ചെയ്ത് വലിയ പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും രണ്ടും കൽപ്പിച്ച് ഈ പ്രാവശ്യം ഇറങ്ങുവാണ്. ഈ പ്രാവശ്യം ഒരു സീസൺ മൊത്തം നമ്മൾ ഫുള്ളേ കടലിൽ പോയി ഫിഷിങ് ചെയ്യാനായിട്ടാണ്. നമ്മളിപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലല്ലായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ചെറിയ വ്യത്യാസം. നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ നിലവിലുള്ളത് തങ്കശ്ശേരിയിലാണ് കേട്ടോ. ഞാനങ്ങനെ വീണ്ടും ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കടലിൽ ചൂണ്ടയിടാനായിട്ട് വന്നേക്കാണ്. നമുക്ക് മീൻ കിട്ടുമില്ല എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങേ അറ്റം വരെ പോയി ലൂർ അടിച്ച് പതുക്കെ വരാം. ഗൈസ്, ഇന്ന് നമ്മൾ ഷാഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ 2-3 ഷാഡ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലൂക്കാനയുടെ ഷാഡാണ് കേട്ടോ. ഇത് പിന്നെ സീമാൻ്റെ ഒരു ഷാഡ്. മീനിൻ്റെ ഒന്നും പേര് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇതെല്ലാം 2-3 കാസ്റ്റ് ചെയ്ത് നോക്കാം. തിരയൊക്കെ നല്ല മുട്ടൻ തിരയാണ് വരുന്നത്. അതേപോലെ ആർക്കെങ്കിലും സീ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെയും കൂടി ഇനിയും വിളിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പോയി ചെയ്യാം. നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല. ഇത് നടന്നൊരു തുമ്പായതേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഇവിടെ ആയതേ ഉള്ളൂ. ഇനിയും പോണം. ഗൈസ്, ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സീ ഫിഷിങ്ങിന് ഇറങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ. ഞാൻ പോയിട്ടുണ്ട്. പോയുടെ എല്ലാം പരാജയമാണ് ഗൈസ്. നമുക്ക് ഇന്നേലും ഒരു മീൻ കിട്ടുമെന്ന് നോക്കാം. കിട്ടിയതിന് ഭാഗ്യം കേട്ടോ. ഒരുപാട് ബോട്ടും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പോയി ചൂണ്ട എറിയാനായിട്ട് പോകണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അങ്ങ് അറ്റം പോവാം. ഒരുപാട് നടക്കാനുണ്ട് ഗൈസ്. അപ്പം എന്താണ്ട് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു ചേട്ടൻ വെള്ളത്തിൽ നിന്ന് വല വീശുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം അതൊന്ന് കണ്ടിട്ട് നോക്കാം. എന്തോ മീനാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ നന്ദനാണോ എന്ന് അറിയത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ അവിടെ നന്ദൻ്റെ ബഹളമായിരുന്നു. പരുന്തൊക്കെ വന്ന് മീനെ എടുത്തോണ്ട് വന്നു. ഇത്രയും വെള്ളമുള്ളായിരുന്നു. ഞാൻ ഇവിടെ നിന്നിട്ട് കൊണ്ടിട്ടാണ്. അതുകൊണ്ട് ഒരുപാട് മീനുണ്ട് കേട്ടോ. എന്തോ മീനാണ്.
അവിടെ തന്നെ ഇന്ന് വീശി മീനെ പിടിച്ച് വലക്കകത്ത് മീൻ കിടപ്പുണ്ട്, കയ്യിലുണ്ട് കേട്ടോ. ഇത് കൊഞ്ചാന്ന് തോന്നുന്നു, കൊഞ്ചിനെ മാത്രമായിട്ടാണ് തോന്നുന്നത് ചേട്ടനെ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് കുറച്ച് നേരം എറിഞ്ഞിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ വന്നിട്ട് ചോദിക്കാം. കൊഞ്ചിനെ മേടിക്കാം ലൈവ്, എന്നിട്ട് ലൈവും പരീക്ഷിക്കാം. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. എന്തെങ്കിലും മീൻ കിട്ടുന്നുണ്ടോ അച്ഛാ? ഒന്നുമില്ലേ? ആ എന്തോ മത്തിയാണോ ഉണ്ട്? നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്ന് കുറച്ച് നേരം എറിയാം. അങ്ങനെ പോകണം. അമ്മേ അയ്യോ ഭയങ്കര കേട്ടോ. ഇവിടെ എങ്ങനെ എന്ന് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. കൈ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷിങ്ങിന് വരുന്നത്. അവിടെ ഒരു അച്ഛൻ കൊണ്ട് വരുന്നത് ഇങ്ങനെ കിട്ടിയ ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഇത്. ഒന്നുമില്ല, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് ഹൈറ്റ് താപ്പോട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റത്തില്ല. നമുക്ക് നേരെ കൊണ്ട് അങ്ങേ അറ്റം പിടിച്ചു നോക്കാം. അങ്ങേറ്റത്താകുമ്പോൾ കറക്റ്റ് വളവ് പോലെ, പക്ഷെ നടക്കാനുണ്ട് ഒരുപാട്. അയ്യോ അതുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് അങ്ങി വന്നത് നോക്കിയാൽ പോകുമ്പോൾ ഒന്നും അടിച്ചില്ല. ഇനി നമുക്കിങ്ങനെ നടന്ന് എറിഞ്ഞുകൊണ്ടിരിക്കാം. പാ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരാളെ കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഹരി പറയാണ് നടന്നിട്ടും അങ്ങോട്ട് എത്തുന്നില്ലല്ലോ. ഞാനും ഇത് ആലോചിച്ചു കേട്ടോ. അവിടുന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ദൂരം തോന്നിയില്ല. പക്ഷെ ഇങ്ങോട്ട് നടന്ന് തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ഒടുക്കത്തെ ദൂരം. ഇപ്പോൾ ലൈറ്റ് ഹൗസ് ഒക്കെ നിൽക്കുന്നുണ്ട്. എവിടെ നോക്കിയാൽ ഹരി ഇത്രയും ദൂരം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് എനിക്ക് നടന്നു. ഗൈസ് ഇത്രയും നടന്നതിന് നമുക്കൊരു വീഡിയോയിലും കിട്ടും ഹരി. നോക്കാം എന്തായാലും. ഞാനും ഹരിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫിഷിങ്ങിന് ഇറങ്ങുന്നത് തന്നെ. അതും സീ ഞാനാണെന്നുണ്ടെങ്കിൽ എത്രയോ തവണ സീ പോയിട്ട് ഒരു മീനെ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് 2 മീനെ കണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കൂരി, ഒരു തെരണ്ടി കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ ഏതാ വ്യൂ ഗൈസ്. അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ആരൊക്കെ നിൽപ്പുണ്ട്, ഇവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. വന്ന് നമുക്ക് എന്തായാലും ഇവരോടൊക്കെ ചോദിച്ചിട്ട്, ഞാൻ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും കേട്ടോ, മീൻ കിട്ടുന്നുണ്ടോ, മീൻ കിട്ടുന്നില്ലേ, എന്തോ തീറ്റ ഇടുന്നത്, നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരോടും ചോദിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും അവിടെ ആൾക്കാരുണ്ട്. നമുക്ക് അവിടുത്തെ ചേട്ടന്മാരയിൽ എല്ലാം ലൈവ് ബെയ്റ്റോ ഇല്ലെന്നുണ്ടെങ്കിൽ മത്തി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വിടാം കേട്ടോ. സത്യത്തിൽ ഞാനത് മേടിച്ചില്ല, മേടിക്കണമെന്ന് വെച്ചായിരുന്നു, മറന്നുപോയി. പക്ഷെ കുഴപ്പമില്ല, അതിന് വരെ നമുക്ക് ടെക്നിക്ക് പരമായിട്ട് ഇവിടുന്ന് എല്ലാം മീനെ പിടിക്കാം. വീഡിയോ ഗൈസ്, നമ്മളിങ്ങോട്ട് വന്നപ്പോഴേ 2 ചേട്ടന്മാർ ഇവിടെ മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാര്യനെ മല കേട്ടോ. ഓ പേര് കേട്ടോ. बोलना पैरट फिश। भैया नाम क्या है? ബൈറ്റ് क्या है? ബൈറ്റ് മലയാളം അറിയോ? അയ്യോ ഇതെന്തുവാ? എന്തോ കോഴി വേസ്റ്റാ? ചാള എന്തെങ്കിലും ഉണ്ടോ കേട്ടാ? ഇല്ലേ. അങ്ങനെ ഈ സൈഡിലിട്ടാ കിട്ടുവാ? ആ കിടിലന് 2 പാരറ്റ് ഫിഷിനെ കേട്ടോ പിടിച്ചേക്കുന്നത്. പൊളിക്കും, നല്ല വിലയുള്ള മീൻ കേട്ടോ. നമുക്ക് നോക്കാം. അവർ സൈഡിൽ എന്തെങ്കിലും ഇടാൻ പറഞ്ഞില്ല.
നമുക്ക് ഇവരെല്ലാവരും പറയുന്നത് ഇപ്പോൾ ഇവർക്ക് ലൈവ് തീറ്റയല്ല കിട്ടുന്നത്, മത്തി ചാള അതേലൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതൊന്നും എടുത്തിട്ടില്ല. പകരം നമുക്ക് ഇവിടെ ചെറിയ ചെറിയ മീൻ എന്തെങ്കിലും പിടിക്കാൻ പോകും. മിക്കവാറും അതേ നടക്കും. ഞാൻ തളരത്തില്ല ഗൈസ്, ഞാൻ ലൂറടിച്ച് തന്നെ ഇന്ന് മീനെ പിടിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ഇല്ല എന്തായാലും നമ്മളിന്നൊരു വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു 5:30-6 മണി വരെ എന്തായാലും നിന്ന് കാസ്റ്റ് ചെയ്ത് മീനെ പിടിച്ചിട്ടേ പോകത്തുള്ളൂ. ഭാഗ്യം ഒരു ചേട്ടൻ ഒരു വൈൽഡ് കയറ്റുമായിട്ട് അവിടെ പോകുന്നു കേട്ടോ. ഭാഗ്യം കാണൂല. എല്ലാവരും ലൈവ് ബെയ്റ്റാണ് കേട്ടോ ഇട്ടേക്കുന്നത്. സീനാട്ടോ. നമ്മളൊക്കെ വീണ്ടും നമ്മളെ അങ്ങ് താത്തുവാണല്ലോ. പക്ഷേ ലൂറ മീൻ കിട്ടത്തില്ലേ. നമ്മളങ്ങനെ അതിൻ്റെ ഡെഡ് എൻഡ് വന്നു കേട്ടോ. അതുകൊണ്ട് ആ ചേട്ടൻ അവിടെ ഇല്ലാണ്ട് അടിച്ചെന്നുണ്ട്. അങ്ങനെ എൻഡ് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എൻഡ് വന്നിരിക്കുന്നു. അങ്ങനെ എൻഡിൽ വന്നിരിക്കുകയാണ്. എത്ര കിലോമീറ്റർ നടന്നേ? ഗൈസ് അങ്ങനെ സന്തോഷപൂർവ്വം ആദ്യം തന്നെ നമ്മളൊരു കാര്യം അറിയിക്കുകയാണ്. ഒരു ചാട് പോയിരിക്കുകയാണ്, ചൂണ്ട പൊട്ടി. ഇപ്പോൾ അടുത്ത ലീഡർ കെട്ടിയേക്കുക കേട്ടോ. ഇതിൽ ഒരു ജിഗും ഒരു ചാടും കൂടെ പോയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഈ കളർ വന്നിട്ട് നോക്കാം. ഒരു കാളാഞ്ചി മതി ഇല്ലേ? 10 കിലോ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വലുതായിട്ടൊന്നും ആഗ്രഹിക്കത്തില്ലേ, ചെറിയ മീനൊക്കെ നമ്മൾ നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ നിറഞ്ഞു നോക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് വെയിറ്റ് മേടിച്ചിട്ട് ലൈവ് തീറ്റയിടാം. അതായത് വല്ല അവിടെ നിന്ന് വീശെന്ന് പറയുന്ന കൊഞ്ചോ ഇല്ല വല്ല മത്തി എന്തെങ്കിലും മേടിച്ചിട്ട് ഇനി അത് ട്രൈ ചെയ്യാം. എന്തായാലും നിന്ന് അടിക്കാൻ പോവാം. തളരത്തില്ലേ, ഇന്ന് ലൂറ് മൊത്തം പൊട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഒരു കൂലിയാലും പിടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. നമുക്ക് ഇവിടെ നിന്നപ്പോൾ ഒരു ചേട്ടനെ കിട്ടിയായിരുന്നു. ആ ചേട്ടൻ നമുക്ക് രണ്ട് മത്തിക്കഷ്ണം നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഈ മത്തിക്കഷ്ണത്തെ കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടിട്ട് നമുക്ക് വല്ലോ ഊരി എന്തെങ്കിലും പിടിക്കാം. എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു മീനെ പിടിക്കും ഉറപ്പാണ്. കുറച്ച് നേരത്തേക്ക് നമ്മൾ ലൂറൊക്കെ മടക്കി വെച്ചേക്കാം, സ്റ്റിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈവ് വെയിറ്റ് പരീക്ഷിക്കാം. അതിന് ചൂണ്ടയൊക്കെ കെട്ടാനുണ്ട് കേട്ടോ. നമുക്ക് ചൂണ്ടയൊക്കെ കെട്ടാം. എവിടാ റെക്കോർഡ് ചെയ്തോ. എനിക്ക് മീനെ കിട്ടി. ഇതേണ്ട ഒരു വറ്റക്കുട്ടി. അപ്പൊ നമ്മൾ ഇനി ജിഗാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വറ്റ നിപ്പുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്നുള്ള അടിയായിരുന്നു കേട്ടോ. അതും നമ്മുടെ 2 ഇഞ്ചിന്റെ ഷാടയിൽ ലൂക്കാനയുടെ. പൊളി. അങ്ങനെ ആദ്യത്തെ വറ്റക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് വായെല്ലാം പറഞ്ഞു പോയി കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, പെട്ടെന്ന് അടിച്ച്. അങ്ങനെ അടി ആദ്യത്തെ മീനെ നമുക്ക് കിട്ടി. ചെറുതാണേലും ഞങ്ങൾ പിടിച്ചു, സ്ലൂറെ തന്നെ പിടിച്ചു. അത് നമ്മളെ മാസ്റ്റർ ബ്ലാസ്റ്റർ റോഡിലും ഡൈവ ബീച്ച് റീല് ഇത്രയും വലിയ ടാക്കിൽ കൊണ്ട് വന്നിട്ട് നമുക്ക് വേണ്ടി ഇത്രയും ഉള്ളൊരു ചെറിയ മീനെ കിട്ടി കേട്ടോ. കുഴപ്പമില്ല, ഇവനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. നമുക്കിനി കാശ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വറ്റയടിക്കും, കൺഫേമാണ്. സൗണ്ട് കേട്ടോ അതിൻ്റെ ഇതൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ജൈൻറ്റ് ട്രിവാലി ബേബി. നമുക്കിതിൻ്റെ ഒരു വെൽഡിനെയും കൂടെ പിടിക്കണം. ഒരു 10-30 കിലോ ഒക്കെ ഉള്ളത്. അതിൻ്റെ ദേഹത്തെ നല്ല രസമല്ലേ കളറൊക്കെ കാണാൻ, അടിപൊളിയല്ലേ. പല്ലൊക്കെ ഉണ്ടായിരുന്നു. പിടച്ച് താഴെ പോകണ്ടായിരുന്നു. എന്തോ ഭാഗത്തിന് കിട്ടിയത് എനിക്ക്. അതാ എന്നെ വിളിച്ചത്. കടല് വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന 3ാമത്തെ വീടാണ് കഴിച്ചത്. എനിക്ക് ഇതുവരെ അങ്ങനെ വീരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ദൈവമാണ് കേട്ടോ. കൊള്ളാം, പൊളി. ഗൈസ് നമുക്ക് ഈ മീനെ വേണ്ട കേട്ടോ. നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്നതല്ലേ. ആകെ ഒരു മീനെ കിട്ടിയിട്ടുള്ളൂ. ഇതിനെയും കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ചത്ത് വടിയൊക്കെ ആയ ചീഞ്ഞളിഞ്ഞ് പരുവാകും. നമ്മളപ്പോൾ ഇതിനെ തിരിച്ചു വിടുവാ. നോക്കി പറഞ്ഞേ. ഇവരെ നമുക്ക് വിട്ടേക്കാം കേട്ടോ. ഇവൻ ജീവിക്കുക എന്തായാലും കൺഫേമാണ്.
ഇനി ഇതുപോലെ വലുതിനെ നമുക്ക് പിടിക്കണം. വാ, എന്തായാലും കുറച്ചു നേരം കൂടെ അറിയാം. നമ്മളിപ്പം വറ്റത്തുമ്പത്തേക്കുവാണ് കേട്ടോ. അതായത് നമ്മളുണ്ട് ഇങ്ങനെ 2 സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് എനിക്ക് സത്യത്തിൽ സീ ഫിഷിങ്ങിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ, നമുക്കറിയത്തില്ല ഇതിനെ പറ്റിയിട്ട്. കാരണം നമ്മളവിടെ നിന്ന് എങ്ങനെ പോയാലും ഒരു കടൽ കാണണമെന്നുണ്ടെങ്കിൽ 80 കിലോമീറ്റർ 60 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ പോകണം. അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ സീ ഫിഷിങ്ങിന് വരുന്നത്. അപ്പോൾ വന്നിട്ട് കിട്ടിയത് ആകെ ഉള്ളൊരു ചെറിയ വറ്റയാണ്. നമുക്ക് എന്തായാലും എറിഞ്ഞ് നോക്കാം. 2-3 വറ്റയും കൂടെ കിട്ടുമെന്ന് നോക്കാം. ചുമ്മാ പിടിക്കാനായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വന്നിട്ട് പിടിച്ചിങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ വരുന്നവർ സേഫായിട്ടൊക്കെ വരണം. വലിയ തിരയില്ലാത്തതൊക്കെ നോക്കിക്കണം. നമ്മൾ നിൽക്കുന്ന കണ്ടില്ലേ, അതുപോലെയൊക്കെ നോക്കി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വലിയ ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചുറ്റും ബോട്ട. നമ്മൾ മീൻ പിടിച്ച് സീനായി കഴിച്ചു. ഇതുണ്ടോ, വെടിയും പോയ മഴ. ഞാനാണ് റെയിൻകോട്ടൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ മറന്നുപോയി. പക്ഷെ അരി റെയിൻകോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സാധനമെല്ലാം അവൻ്റെ കൊടുക്കുക. അതുകൊണ്ട് എൻ്റെ മോനെ സീ മഴ എന്ന് പറഞ്ഞാൽ സീ മഴ കേട്ടോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു കടലിൽ ബോട്ടുകളെല്ലാം പെട്ടെന്ന് തിരിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബോട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാ ബോട്ടും തിരിച്ച് കടലിലോട്ട് കയറി വരിക. അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത വരവായിരുന്നു അത് കേട്ടോ. കീച്ച മഴയാണെന്ന് തോന്നുന്നു. അതുപോലെ ഇവിടെ കാണാം കേട്ടോ, ഈ മഴ പെയ്യുമ്പം കുറേ ഏരിയ മാത്രമായിട്ട് ബ്ലാക്കായിട്ട് വരുന്ന കാണാം. അതുകൊണ്ട് ഇതുണ്ടോ സീന്തുകൊണ്ട് ആ സൈഡെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ അവിടെ നിന്നുകൊണ്ട് തകർക്കും, അവിടെ മഴ തകർത്തുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം നിന്നിടത്തൊക്കെ ഭയങ്കര മഴ. ഇപ്പോൾ ഇവിടെ ചാറ്റിലായി തുടങ്ങിയിട്ടുണ്ട് സീൻ. എന്തായാലും നമ്മൾ ഒരു മീനെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും നമ്മളിവിടെ നിന്ന് ബാക്കി കാസ്റ്റിങ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഞാനിയും കുറച്ച് നേരം നമ്മൾ ഈ സൈഡിൽ നിന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര തിരയായി തുടങ്ങി. നമുക്ക് തിര പേടിയായതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയി നിന്നിട്ട് നമുക്ക് അവിടെ നിന്നറിയാം. ഗൈസ് അങ്ങനെ നമ്മുടെ 2 ഷാഡ് പോയിരിക്കുകയാണ് കേട്ടോ. സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുകയാണ്. 2 ഷാഡും 2 ജിഗും പോയിട്ടുണ്ട് കേട്ടോ. ഒരു വറ്റയായിരിക്കും ഇവിടെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റേ മുരിങ്ങയിൽ വന്ന് കൊണ്ട് ലോക്കായിപ്പോയി. കാണാമായിരുന്നു, അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ. പക്ഷേ ഭാഗ്യമില്ല. ഇനി നമ്മൾ കുറച്ച് നേരം ലൂറും കൂടെ അടിച്ചിട്ട് എന്താണ്ട് സമയം 2-3 മണിയോളമായി. കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് തിരക്കും കേട്ടോ. ഇനിയും മുതൽ നമ്മൾ കൂടുതലും സീ ഫിഷിംഗ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. വലിയ മീനുകൾ. അതുപോലെ ബോട്ടയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു ദിവസം നമ്മൾ പോകും ബോട്ടയിലൊക്കെ. അപ്പോൾ നമുക്ക് ഇതും കൂടെ കെട്ടിയിട്ട് കുറച്ച് നേരം ഈ സൈഡിലൊക്കെ നിന്നിട്ട് നമുക്ക് ചെമ്പല്ലിക്കും കൂടെ ചുമ്മാ ഒന്ന് അടിച്ച് നോക്കാം. നല്ല 2-3 ലൂറ് ഇരിപ്പുണ്ട്. ഒന്ന് അടിച്ച് നോക്കാം കിട്ടുമെന്ന്. നമ്മുടെ വാരിയറിൻ്റെ ലൂറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അടിക്കുവാണ്. ഏതാ മൂട് നോക്കി, എന്താ രസം. ബോട്ടെല്ലാം കൂടെ വരുന്നതാണ് പൊളി. ഏതാ വിഷയമില്ലേ ഗൈസ്. ഇത് കണ്ടോ, വലിയ ബോട്ടൊക്കെ കേട്ടോ എല്ലാം പോകുന്നേ. ചന്ദ്രകാന്തം. ഇത്തുള്ള ബോട്ടേ നമുക്ക് പോകണം. ഇത്തുള്ള ബോട്ടേ പോയിട്ട് വേണം നമുക്ക് കടലിൻ്റെ ഒരാഴ്ചത്തെ ഫിഷിങ്ങൊക്കെ കാണാനായിട്ട്. അതുപോലെ കണ്ട് അവിടെ ഒരു ചേട്ടൻ വന്ന് കഴിച്ചുകൊണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ ഫിഷിങ് നിർത്തുവാണ് കേട്ടോ. നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. ആ കിട്ടിയ ഒരു വറ്റയാണ്. പിന്നെ ഇവിടെ എല്ലാവരും കൂടുതലും കഴിച്ചുകൊണ്ടൊക്കെയാണ് എടുത്തത്. നമ്മൾ ആ സാധനം ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ലൂറടിക്കാനായിട്ട് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയാണ്. എല്ലാം വറ്റയോ ചെമ്പല്ലിയോ കാളാഞ്ചി എന്തെങ്കിലും അടിക്കുമെന്നറിയാം. നമുക്ക് ഇതുവരെ ആ കിട്ടിയ ഒരു ചെറിയ വറ്റയാണ്. നമ്മളതിനെ തിരിച്ച് വിട്ട് നമ്മളിപ്പം നടന്നിങ്ങനെ തിരിച്ച് പോകാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ അറ്റം വരെ നടക്കണം. 2-3 കിലോമീറ്റർ ഉണ്ട്. അരി ഇപ്പോഴേ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് തല വിടാവുകയെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിനി എന്തായാലും നടന്നങ്ങ് പോകണം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് സീ ഫിഷിങ്ങിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഞങ്ങൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് നടന്ന് അങ്ങ് അറ്റം ചെല്ലണം. അപ്പോഴത്തേക്ക് ഒരു 8 മണിയാവും. അതപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റ.